ഷിത ജഗത്ത് വിശദാംശങ്ങളുമായി. ഷിത, പിണറായിയിലേക്ക് വീണ്ടും ED എത്തിയിരിക്കുന്നു. ഇക്കുറി വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം പരിശോധനകളാണ് അവിടെ നടത്തിയത്? മാസപ്പടി കേസിൽ വീണയുടെ കൈവശമുള്ള രേഖകൾ, അതായത് വിവിധ കാര്യങ്ങൾ, ബാങ്ക് ലോക്കർ, മറ്റു രേഖകളൊക്കെയുള്ള രേഖകൾ ED നേരത്തെ തന്നെ പരിശോധിക്കുകയും അത് അവർ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് ഇന്നലെ പിണറായിയിലെ വീട്ടിൽ നടന്നത്. ഈ ഭൂമിയുടെ രേഖയുമായി ബന്ധപ്പെട്ടാണ് ED ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസിലെത്തിയത്. രണ്ടുപേരാണ് വില്ലേജ് ഓഫീസിലെത്തിയത്. വില്ലേജ് ഓഫീസറോട് ഈ കാര്യങ്ങൾ, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഏത് വർഷമാണ് ഈ ഭൂമി വാങ്ങിയത്, എപ്പോഴാണ്, എത്ര രൂപയ്ക്കാണ്, അങ്ങനെയുള്ള തുടർന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ, ആ ഭൂമിയുടെ വിനിമയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വില്ലേജ് ഓഫീസറോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ നികുതി അടച്ചതുമായി ബന്ധപ്പെട്ടുള്ള കരം ഉൾപ്പെടെയുള്ള രേഖകൾ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ കൈവശമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന കാര്യം എന്നുള്ളത്. അതിനൊപ്പം തന്നെ ഈ സ്ഥലം, ഇത് പിണറായിയുടെ വീട്ടിനോട് സമീപത്തുള്ള സ്ഥലത്താണ് 80 സെന്റ് ഭൂമി വീണ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലത്ത് വില്ലേജ് ഓഫീസറുമായി ചെന്ന് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥലവും ഈ വാങ്ങിയെന്ന് പറയുന്നത് ഇവർ കൊണ്ടുവന്ന രേഖകൾ ഉൾപ്പെടുന്ന സ്ഥലവും സമീപത്തുള്ള മറ്റ് സ്ഥലങ്ങളുമെല്ലാം തന്നെ ED ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടുണ്ട്. മാസപ്പടി കേസിൽ വീണയെ 2 തവണയാണ് ED ചോദ്യം ചെയ്തത്. മൂന്നാമത് ഒരു തവണ കൂടെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ED വൃത്തങ്ങൾ നൽകുന്ന വിവരം. അത് ഇത്തരത്തിലുള്ള രേഖകൾ ഇതുവരെ അവർ പിടിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച്, EDയുടെ കൈവശമുള്ള രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീട്ടിലുള്ള, ഈ കണ്ണൂരിലെ പിണറായിയിലുള്ള വീടിന് സമീപത്തുള്ള ഭൂമിയുടെ പരിശോധന കൂടി നടന്നത്. സൈഫുദ്ദീൻ.